ഗുഡ് മോർണിംഗ്. 2024 ജൂലൈ 3-ാം തീയതി കൊച്ചി മെട്രോ ആരംഭിച്ചിട്ട് ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം MG റോഡ് സ്റ്റേഷനിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരു ട്രെയിൻ വന്ന് നിന്നതേ ഉള്ളൂ. സെക്കൻഡുകൾക്കുള്ളിൽ ട്രെയിനിൻ്റെ വിശാലമായ ഡോർ തുറന്നു. ആൾക്കാരെല്ലാം വെളിയിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ കയറിയതിന് ശേഷം ഏതാണ്ട് 1/2 മിനിറ്റുകൾ അവിടെ കിടന്ന ട്രെയിൻ ഉടനെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയും ചെയ്തു. ഈ കാഴ്ചകൾ കാണിച്ചതിന് ശേഷം ഞാൻ മെട്രോയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി. കാണുന്നത് MG റോഡ് സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ആയിട്ട് ഈ സ്റ്റേഷൻ നിലകൊള്ളുന്നു. MG റോഡിൻ്റെ 2 സൈഡിൽ നിന്നും ഈ സ്റ്റേഷനിലേക്ക് നമുക്ക് കയറുവാനും ഇറങ്ങുവാനും സാധിക്കും. വിശാലമായ എൻട്രൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 2 വാതിലുകൾ, മെയിൻ വാതിലുകളുണ്ട്. അതിൽ ഒന്ന് ഇടതുവശത്തും മറ്റൊന്ന് വലതുവശത്തും. നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു ലിഫ്റ്റ് സംവിധാനം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകളിൽ 3-ാം നിലയിലാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കയറിപ്പോകുന്ന വഴിക്ക് ഈ മെട്രോ റെയിൽ ഗതാഗതത്തിൻ്റെ ആരംഭത്തെ പറ്റിയുള്ള വിശദമായ ഫോട്ടോകളും അതുപോലെ തന്നെ എഴുത്തുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ സ്റ്റെപ്പുകൾ കയറി 3-ാം നിലയിലെത്തി. അവിടെ എത്തിയതിന് ശേഷം എനിക്ക് ടിക്കറ്റുകളൊക്കെ ലഭിച്ചു. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗേറ്റ് തുറക്കും. ആ ഗേറ്റിനുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ്റെ ആരോ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്യുന്ന 1-ാമത്തെ പ്ലാറ്റ്ഫോം, 2-ാമത്തെ പ്ലാറ്റ്ഫോം, ഇതിലേതാണോ നമുക്ക് പോകേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാറ്റ്ഫോമിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ എത്ര മിനിറ്റുകൾക്ക് ശേഷം പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ അവിടെ നിന്നാൽ മതി. ട്രെയിൻ അവിടെ എത്തുകയും നമ്മൾ ഉള്ളിൽ പ്രവേശിച്ച ശേഷം ഉടനെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇതാണ് ട്രെയിന് വെയിറ്റിംഗ് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇവിടുന്ന് നമ്മൾ പൈസ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് മാറിയാൽ ഇവിടെ നമുക്കൊരു സെക്യൂരിറ്റി ചെക്കുണ്ട്. ആ സെക്യൂരിറ്റി ചെക്കിൽ നമ്മുടെ പാർട്സ് എല്ലാം സ്കാൻ ചെയ്തതിന് ശേഷം അത് വരും. അതെടുത്ത് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗേറ്റുണ്ട്. ആ ഗേറ്റിലാണ് നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യേണ്ടത്. ചുവന്ന ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ നമ്മുടെ ടിക്കറ്റിൻ്റെ QR കോഡ് കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പച്ച ഗേറ്റ് തെളിയും. ആ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് എസ്കലേറ്റർ ഉണ്ട് 3-ാം നിലയിലേക്ക് പോകാനായിട്ട്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് നമ്മൾ മുകളിലത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതാണ് എസ്കലേറ്റർ. ഈ എസ്കലേറ്റർ നമ്മൾ ചുമ്മാ നിന്നാൽ മതി. സ്റ്റെപ്സാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും മുകളിലേക്ക്. അങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമായി. ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ആയിരിക്കും ആദ്യം. അദ്ദേഹം നമ്മൾ ഈ റെയിൽവേ ലൈനിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാനും മറ്റും, പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ, എന്തെങ്കിലും അത്യാവശ്യമുള്ളവരെയൊക്കെ ഗാർഡ് ചെയ്യാനും വാച്ച് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ആ പ്ലാറ്റ്ഫോമിൻ്റെ മൊത്തം സെക്യൂരിറ്റി ഇത് നോക്കാനായിട്ട് 2 പേരുണ്ട്. ആ 2 പേരുമാണ് 2 എൻഡിലായിട്ട് അവർ നിൽപ്പുണ്ട്. അവരാണ് ഈ ട്രെയിനിൻ്റെ വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ ഇതാണ് സെക്യൂരിറ്റി നിൽക്കുന്നത്. ഇവരാണ് ഇതെല്ലാം വാച്ച് ചെയ്യുന്നത്. ഇവരുടെ ഒരു വിസിലുണ്ട്. അവർ സമയത്ത് വിസിലടിക്കുകയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അവർ കറക്റ്റായിട്ട് തരികയും ചെയ്യും. ഇനി ഞാൻ കൊച്ചിൻ മെട്രോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം. കൊച്ചിൻ മെട്രോ ഒരു അതിവേഗ റെയിൽ ഗതാഗതമാണ്. ഇത് മുഴുവൻ നമുക്ക് പോകുന്ന ഉയരത്തിൽ കൂടി മാത്രമാണ്. 1999 കേന്ദ്ര മന്ത്രിസഭ പഠനം നടത്തി. 2004 ഉമ്മൻചാണ്ടി സർക്കാർ DPR സമർപ്പിച്ച് 2007 അജ്ഞാന മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകിയതിനു ശേഷം 2-ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭ DMRC ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏൽപ്പിക്കാറുണ്ടായത്.
സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗരവികസന മന്ത്രാലയവും സംയുക്തമായിട്ട് രൂപവൽക്കരിച്ച KMRL ആണ് ഇതിൻ്റെ നിർവഹണം നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഒന്നാം ഘട്ടമായിട്ട് ഒരു പാതയാണുള്ളത്. അതായത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ 25 സ്റ്റേഷൻസാണുള്ളത്. ഇതിന് ഏതാണ്ട് 25ഓളം കിലോമീറ്റർ നീളം വരും. അതായത് 1 കിലോമീറ്ററിൽ ഏതാണ്ട് ഒരു സ്റ്റേഷൻ എന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് സ്റ്റേഷൻസ് ഉള്ളത്. ജൂൺ 17, 2017 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഈ റെയിൽവേയുടെ മൊത്തയ്ക്ക് സൂത്രധാരൻ EM ശ്രീധരനായിരുന്നു. ഒരു ട്രെയിനിൽ 3 കോച്ചാണുള്ളത്. ഇത് 750 വോൾട്ട് DC-യിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആവറേജ് സ്പീഡ് 34 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഏതാണ്ട് രാവിലെ 6 മുതൽ രാത്രി 10:30 വരെ ഈ ട്രെയിൻ റെയിൽവേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ ദൂരം പോകുന്നതിന് 10 രൂപയും 5 കിലോമീറ്റർ പോകുന്നതിന് 20 രൂപയും 10 കിലോമീറ്ററിന് 30 രൂപയും 15 കിലോമീറ്റർ പോകുന്ന 40 രൂപയും അതുപോലെ 25 കിലോമീറ്റർ പോകുന്ന 75 രൂപയാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതിനാണ് ഇതിൻ്റെ ഒരു ആപ്പുണ്ട് കൊച്ചിൻ മെട്രോയുടെ. അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. കൊച്ചിൻ മെട്രോയ്ക്ക് വേണ്ടി ചിലവായ തുക ഏതാണ്ട് 55.37 ബില്യൺ ഇന്ത്യൻ റുപ്പീസാണ്. ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്ന ഫേസ് 1 ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയും പിങ്ക് ലൈൻ എന്ന് പറയുന്ന 2ാം ഘട്ടം ഇൻഫോ പാർക്കിലേക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും 3ാം ഘട്ടം നമ്മുടെ ആലുവയിൽ നിന്നും എയർപോർട്ട് വഴി അങ്കമാലിയിലേക്കുമാണ്. ഒരു സമയത്ത് ഒരു റെയിൽവേ ട്രാക്ക് കൂടി ഓടുന്ന ഏതാണ്ട് 8 ട്രെയിനുകളാണ്. ഏതാണ്ട് 8 മിനിറ്റ് ഇടപെട്ട് ഒരു ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കിലോമീറ്റർ അകലത്തിൽ സ്റ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം 1/2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. കൊച്ചിൻ മെട്രോ ബാക്കി നമ്മൾ ഇന്ത്യയിലുള്ള മറ്റ് മെട്രോ സ്റ്റേഷൻസിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ കൊച്ചിൻ മെട്രോ വളരെ ഭംഗിയായി തന്നെയാണ് ഓടുന്നത്. കൊച്ചിൻ മെട്രോയ്ക്ക് എൻ്റെ എല്ലാ ആദരങ്ങളും നേർന്നുകൊള്ളുന്നു.